ഹിന്ദുമത വിശ്വാസികൾക്ക് കർക്കടകം പുണ്യമാസമാണ്. രാമായണ മാസം എന്നുകൂടി വിളിപ്പേരുള്ള കർക്കടകത്തിൽ വിശ്വാസികൾ രാമായണ പാരായണവും അതിന്റെ വിശ്വാസങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ത്രേതായുഗത്തിലെ 4 വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമനും സഹോദരങ്ങളായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ കുടികൊള്ളുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പായി ദർശനം പൂർത്തിയാക്കുന്ന തീർത്ഥാടനമാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ യാത്ര തുടങ്ങേണ്ടുന്നത് ഒന്നാമത്തെ ക്ഷേത്രമായ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രവും, രണ്ടാമത് എളയാവൂർ ഭരതസ്വാമി ക്ഷേത്രം, മൂന്നാമത് ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രവും, നാലാമതായി ശത്രുഘ്ന സങ്കല്പത്തിലുള്ള പായം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവുമാണ്. ഇപ്പോൾ നമ്മൾ ദർശിച്ചു വരുന്നത് നീർവേലി ശ്രീരാമ ക്ഷേത്രത്തിലാണ്. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ ആഗതനായ കർത്താവ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പേ ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രമാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഇവിടെയുള്ള പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രാമായണ കഥയിൽ പ്രതിപാദിച്ചിട്ടുള്ള കരവധം, കരനെ വധിച്ച പാട്. കരവധം എന്ന രാമായണത്തിൽ പറയുന്നെങ്കിലും കരന് മോക്ഷം കൊടുത്ത, ആ മോക്ഷം കൊടുത്ത പാട് ആ ഭാവത്തോടുകൂടിയില്ല, അനുഗ്രഹ ഭാവത്തോടുകൂടി പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഇവിടെ അത് മാത്രമല്ല, ഇവിടെ മഞ്ഞപ്പെട്ട് പിന്നെ നെയ്വിളക്കൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ വരുന്നവർ തന്നെയാണ് ചെയ്യേണ്ടത്, നമ്മളല്ല. പിന്നെ നെയ്വിളക്ക് കത്തിക്കേണ്ടത് ഇവിടെ വരുന്നവർ, അവർ കത്തിച്ച് പ്രാർത്ഥിക്കുക നെയ്വിളക്ക്. അതിനുശേഷം നടയിൽ, ഭഗവാന്റെ നടയിൽ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നു. അതും തന്നോട് യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ ആഗതനായ കർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാതൃക്കാൽ കഴുകിച്ചു സാദരം. ഈ പ്രാവശ്യം എല്ലാ ദിവസവും ഇവിടെ നിയന്ത്രണാതീതമായ തരത്തിലുള്ള ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട്. രാവിലെ വരുന്ന ഏകദേശം ഇവിടെ 5 മണിക്ക് നട തുറക്കുന്നുണ്ട്. ഉച്ചക്ക് 12 മണി കഴിഞ്ഞാൽ നട അടക്കുന്നു. ആ വരുന്ന ഭക്തന്മാർക്ക് തികച്ചും ഇവിടെ കാപ്പി, ഉപ്മാവ് ഇങ്ങനെയുള്ള ലഘുഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ശനി ഞായർ ദിവസങ്ങളിൽ മറ്റു പൊതു ഒഴിവ് ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വന്നിരുന്നത്. ഈ പ്രാവശ്യം ഇന്ന് വരെ കാലത്ത് അനവധി ഭക്തന്മാർ വന്നു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഈ ഞായറാഴ്ച നമുക്കൊന്ന് നിയന്ത്രണാതീതമായ തരത്തിലുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാ സഹായങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും അവരും അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് പെരുമാറുന്നുണ്ട്. അത്തരത്തിലാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴും. രണ്ടാമത്തെ ദർശനം നടത്തേണ്ടുന്നത് എളയാവൂർ ഭരതക്ഷേത്രമാണ്. കണ്ണൂർ മട്ടന്നൂർ റോഡിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ശ്രീരാമ സോദരനായ ഭരതന്റെ താപസ വേഷത്തിലുള്ള ജപമാലയോടുകൂടിയ പ്രതിഷ്ഠയാണ് എളയാവൂരിന്റെ സവിശേഷത. ഒന്നു ഭരതനെ വാഴിക്ക് എന്നതുമെന്നെ വനത്തിനയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതു. താതനതുകൊണ്ടു ഞാൻ പോകുന്നു.
ദണ്ഡകാരണ്യേ 14 വത്സരൻ ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീയതിന്നേലും മുടക്കം പറകൊല്ല മയൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞത് കേട്ടൊരു രാഘാശശിമുഖി താനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ, പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നു ദൂരിതമൽ, ഒന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. പത്തിരുന്നൂറ് വർഷങ്ങളിലധികം പഴക്കമുള്ള അതിമനോഹരവും അതേപോലെ തന്നെ വിശ്വാസികൾക്ക് അവരുടെ ഏത് കഷ്ടങ്ങളിൽ പോലും ഏത് സങ്കടങ്ങളും പറയാൻ കേൾക്കുന്ന ദേവിയും അതുപോലെയുള്ള വിശ്വാസവുമാണ് ഭക്തരെ മുഴുവൻ ഈ അമ്പലങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഈ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി വടക്കേ മലബാറിൽ ഇരിങ്ങാലക്കുട കഴിഞ്ഞാൽ വടക്കേ മലബാറിൽ നാലമ്പല ദർശനത്തിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ഈ എളയാവൂർ ഭരതഭഗവതി ക്ഷേത്രം. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടും കൂടുതൽ ഭക്തജന തിരക്ക് ശനി ഞായർ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. കാരണം KSRTC തന്നെ കഴിഞ്ഞ വർഷത്തേനെക്കാട്ടും കൂടുതൽ സർവീസ് ഓൾറെഡി നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ഭക്തജനങ്ങൾ കൂടുതൽ തന്നെയാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ദേവസ്വം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് സുഖമായിട്ടുള്ള ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലു കർത്താവേ, വിരവോടു വൃത്താന്തമെത്രിയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തമ്പി കുലമൗലി മാലികേ കേൾക്ക നീ, മന്നവൻ കേകയപുത്രിയാമമ്മയ്ക്ക് മുന്നമേ പ്രാധാന്യമർഹിക്കുന്ന മൂന്നാമത്തെ ക്ഷേത്രം പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം. മട്ടന്നൂരിനടുത്തുള്ള ഉരുവച്ചാലിൽ നിന്ന് മണക്കായ് റോഡിൽ 2 കിലോമീറ്റർ ദൂരത്താണ് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം. ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടത്തെ പ്രത്യേകത. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമ ഭദ്രനോടിത്തമാകന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിന്നു തോന്നിയിടുവാനെന്തൊരു കാരണം? മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലു കർത്താവേ. ോ മഹാസന അതിശോ വ്യക്തനോ വെച്ച സഹസ്രജിനന്ദജിത് ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട ശിഖണ്ഡീനകുശോ വൃഷ ക്രോധഃ ക്രോധകൃത്കർത്ത വിശ്വബാഹുർമഹീധര അച്യുത വൃഥിത പ്രാണ പ്രാണദോ വാസവാനുജ അവാം നിധിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ദ സ്കന്ദതരോ തുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര അശോകസ്ഥാരണസ്ഥാര സൂര്യശൗര്യജനേശ്വര അനുകൂല സദാവർത്ത പത്മീ പത്മനിധേക്ഷണം പത്മനാഭോരനിധേ വാരണവീരനെങ്ങുമോ വല്ലഭ സൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്തഗോപാലരെയും പിരിഞ്ഞതീ രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു
പൃഥ്വീപതിസുതൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനതു പാലിപ്പതിനാശു പോകുന്നു. മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമ ഭദ്രനോടിത്തമാകന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിൽ നിന്നു തോന്നിയിടുവാനെന്തൊരു കാരണം? മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊല്ലു കർത്താവേ, വിരവോടു വൃത്താന്തമെത്രയും. മീനൂട്ട് നമ്മുടെ കൃഷ്ണാവതാരത്തിലെ ഭഗവാന്റെ ഒരു അവതാരാണ് മത്സ്യാവതാരം. അതിനൊരു വഴിപാട് ചെയ്യാം. പിന്നെ ദേഹാസ്വാസ്ഥ്യം, കൈകാൽ മുട്ട് വേദന, അങ്ങനെയുള്ള ദേഹാസ്വാസ്ഥ്യത്തിന് ഏറ്റവും നല്ലൊരു വഴിപാടാണ് മീനൂട്ട് പിന്നെ ചെറിയ പൈസകളും 10 രൂപ മാത്രമേ ഉള്ളൂ ഒരു മീനൂട്ടിന്. മക്കളെ പേർക്കെല്ലാം ചെയ്യാം. നാലമ്പല യാത്രയിൽ ഏറ്റവും ഒടുവിലായി പായം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇരിട്ടി പേരാവൂർ റോഡിൽ നിന്ന് ജബ്ബാർ കടവ് പാലം കടന്ന് കരിയാൽ വഴിയാണ് കാടമുണ്ടായിലെ പായം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള വഴി. ശത്രുഘ്ന സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വത്സസൗമിത്രേ കുമാരനി കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. നിന്നുട തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ ഉള്ളിലെപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമല്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതോ കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൃപ്രയാസം തവ യുക്തമതല്ലായിലെന്നാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാതഞ്ജലം വേഗേന നഷ്ടമാവായുസുമോർക്ക നീ. വന്നി സന്തപ്ത ലോകസ്ഥാംബു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം. ഭക്ഷ്യശ്രേവളഗ്രസ്ത മാം ദർദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമമെത്രയും അല്പകാലസ്ഥിതമോർക്കനി. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മി വസ്തുരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാമശ്വമായുസും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗരനാമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം. ഒരു ദിനം 4 ഭാവങ്ങൾ. നീർവേലിയിൽ തുടങ്ങി പെരിഞ്ചേരിയും എളയാവൂരും കടന്ന് പായത്ത് അവസാനിക്കുന്ന ഈ യാത്ര കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു സഞ്ചാരമല്ല. യുദ്ധഭാവത്തിലുള്ള ശ്രീരാമനിൽ നിന്ന്
കാവൽ ഭാവത്തിലുള്ള ലക്ഷ്മണനിലേക്കും ഭക്തിസാന്ദ്രമായ ഭരതനിലേക്കും ഒടുവിൽ സമർപ്പണ ഭാവത്തിലുള്ള ശത്രുഘ്നിലേക്കും നീങ്ങുന്ന ഈ ദർശനക്രമം ഭക്തിഹൃദയത്തെ പടിപടിയായി ശാന്തിയിലേക്ക് നയിക്കുന്നു എന്നാണ് വിശ്വാസം. കർക്കടകത്തിലെ മഴ പെയ്തൊഴിയുമ്പോൾ രാമായണ ശീലുകൾക്കൊപ്പം കണ്ണൂരിന്റെ മണ്ണിലും ഈ 4 അമ്പലങ്ങൾ ഒരു ജനതയുടെ കൂട്ടായ പ്രാർത്ഥനയായി തുടരുന്നു. തലമുറകളായി കൈമാറി വരുന്ന ആത്മീയ ഓർമ്മപ്പെടുത്തലായി ഈ 4 അമ്പലം എന്നും നിലനിൽക്കും. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയുവാനുള്ളൂ. 4 അമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് രാമായണ മാസത്തിലെ സകല ഐശ്വര്യങ്ങളും വന്നു ഭവിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.